ഗൈസ്, ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണി ഇതായിരിക്കും. ഞങ്ങൾ പ്രവാസികളുടെ റൂമിൽ വെള്ളിയാഴ്ച ഉണ്ടാക്കുന്ന എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കി ആ ഫൈനസ്റ്റ് ടേസ്റ്റിലോട്ട് എത്തിയ നല്ല കിടിലൻ മട്ടൻ ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മട്ടണിലേക്ക് ആ മസാല ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കണം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമസാല ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മട്ടൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 വിസിലാണ് അടിച്ചിട്ടുള്ളത്. ഒരു 80% വേവായിട്ടുണ്ട്. ബാക്കി നമുക്കിനി ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഒരു ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൺ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ്. ഇനി നമുക്കിവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയോ അതുപോലെ തന്നെ മല്ലിപ്പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. മൈൽഡായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി നല്ല സ്മെല്ലുണ്ടാവും. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാലയുടെ അരിയാണ് എടുക്കുന്നത്. ഇനി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഒരു കറുകല, ഒരു കറുകപ്പട്ട, പിന്നെ ജീരകം, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. റൈസ് വേവിക്കണ സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും നുറുങ്ങി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഫ്രൈ ചെയ്തിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മളിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കണില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചോറ് നന്നായി വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അതിനായിട്ട് മസാലയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് നമുക്ക് ആ മസാലയിലോട്ട് മാറ്റാം. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എന്താ പറയുക, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റോളം ദം ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. അപ്പോൾ എന്താ പറയുക, സാലഡും കച്ചമ്പറും പപ്പടമൊക്കെ ഉണ്ട് സൈഡായിട്ട്. അപ്പോൾ മട്ടനിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ പപ്പടം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.